ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ നാടകം എന്നു പേരുള്ള ഒരു മികച്ച റൊമാൻസ്, ഡ്രാമ, ഫിക്ഷൻ സൗത്ത് ഇന്ത്യൻ സിനിമയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമത്തിലെ വീടുകളിൽ അതിക്രമിച്ചു കയറി അവിടുത്തെ ആളുകളെ ആക്രമിച്ച് അവരുടെ വസ്തുവകകൾ മോഷ്ടിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന ചില പിടിച്ചുപറിക്കാരെ, അതായത് കള്ളന്മാരെയാണ് നമ്മൾ കാണുന്നത്. ഇതുമൂലം ആ ഗ്രാമത്തിൽ ആകെ 15 പേർ മരണപ്പെടുന്നു. ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത പോലീസിന് ലഭിക്കുമ്പോൾ ആ പിടിച്ചുപറിക്കാരെ പിടികൂടാനായി ACP ഭരത് ചന്ദ്രയെ നിയോഗിക്കുന്നു. ഇത്രയധികം മരണങ്ങൾ നടന്നതുകൊണ്ട് ACP ഭരത്തിന്റെ സീനിയർ അദ്ദേഹത്തെ ശാസിക്കുകയും കേസിൽ ആഴത്തിലുള്ള അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്യുന്നു. ഇതോടൊപ്പം കഥ കുറച്ച് മുന്നോട്ട് പോകുന്നു. നമ്മളൊരു വിവാഹ ചടങ്ങ് കാണുന്നു. അവിടെയാണ് ഈ സിനിമയിലെ പ്രധാന നായകനായ കോടിയുടെ രംഗപ്രവേശം. അവൻ അവന്റെ മുൻ കാമുകിയുടെ വിവാഹത്തിന് നൃത്തം ചെയ്യുന്നതായാണ് കാണുന്നത്. അതിനുശേഷം മദ്യപിച്ച് നേരിട്ട് മണ്ഡപത്തിൽ വന്നിരിക്കുന്നു. ഇത് കണ്ട് വധുവിന്റെ അച്ഛൻ ഞെട്ടിപ്പോവുകയും അവിടെ നിന്ന് പോകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ കോടി അവിടെ നിന്ന് പോകാൻ വിസമ്മതിക്കുന്നു. യഥാർത്ഥത്തിൽ കോടി അവന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് അവന്റെ കാമുകി കാഞ്ചനയെ ഉപേക്ഷിച്ചതാണ്. ഇപ്പോൾ കോടി അവിടെ നിന്ന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ അവനൊരു പെട്ടി നിറയെ മദ്യം നൽകുന്നുണ്ട്. അത് വാങ്ങിയ ശേഷം അവൻ അവിടെ നിന്ന് വേഗം സ്ഥലം വിടുന്നു. ഇതിനർത്ഥം അളിയന് മദ്യം വളരെ ഇഷ്ടമാണെന്നാണ്. എന്തായാലും ഒടുവിൽ കോടി വീട്ടിലെത്തുന്നു. അവിടെ അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറയുന്നു. മദ്യപിച്ച് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നു, നീ ഇതെല്ലാം നിർത്തണമെന്ന്. അതുമാത്രമല്ല, അദ്ദേഹം അവനോടൊപ്പം മദ്യപിച്ച് അവന്റെ ദുഃഖം മറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. രാത്രിയിലെ ലഹരി ഇറങ്ങിയ ശേഷം അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും കോടിയുടെ വിവാഹാലോചനയുമായി വരുന്ന അതിഥികളെ കാത്തിരിക്കുന്നു. പക്ഷെ കഷ്ടകാലത്തിന് കോടിയുടെ ചെയ്തികൾ അവരറിയുന്നു. അതുകൊണ്ട് അവർ വരുന്നില്ല. അച്ഛനും മകനും വളരെ വാശിക്കാരായതുകൊണ്ട് അവർ ഗ്രാമത്തിലെ മറ്റൊരു സ്ഥലത്ത് സ്വയം വിവാഹാലോചിക്കാൻ പോകുന്നു. എന്നാൽ ഇവിടെയും ഭാഗ്യം അവരെ തുണയ്ക്കുന്നില്ല. കാരണം അവർ കാണാൻ പോയ പെൺകുട്ടി കോടിയുടെ സഹോദരിയായി മാറുന്നു. ഇതിനർത്ഥം കോടിയുടെ അച്ഛൻ ഇതിനകം എവിടെയോ ഒരു ബന്ധമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അതിനുശേഷം ആ അമ്മയും മകളും ഇവരുടെ വീട്ടിലേക്ക് താമസം മാറുന്നു. അങ്ങനെ ഒരു ദിവസം കോടി തന്റെ സഹോദരിയെ സൈക്കിളിൽ ഇരുത്തി കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ ശ്രദ്ധ ഗ്രാമത്തിലെ സുന്ദരിയായ ഒരു പെൺകുട്ടി പാർവതിയിൽ പതിയുന്നു. പിന്നെന്തു പറയാൻ, എല്ലാ കാമുകന്മാരെയും പോലെ അവനും അവളോട് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നുന്നു. അതേ രാത്രി കോടിക്ക് മദ്യം കഴിക്കാൻ തോന്നുന്നു. എന്നാൽ തൊട്ടുകൂട്ടാനായി എല്ലാ മുട്ടകളും അവന്റെ അച്ഛൻ തീർത്ത് കളയുന്നു. അങ്ങനെ മുട്ട തേടി കോടി ഗ്രാമത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും അലയുന്നു. പക്ഷെ അവൻ എവിടെയും മുട്ട കിട്ടുന്നില്ല. ഇതിനിടയിൽ കോടിയുടെ ശ്രദ്ധ വീടിന് പുറത്തിരിക്കുന്ന പാർവതിയിൽ പതിയുന്നു. അവസരം മുതലെടുത്ത് കോടി അവളുടെ അടുത്തെത്തി അവളെ വളയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ പാർവതിയും കുറച്ച് കൂടുതൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അവൾ കോടിയെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. മദ്യത്തോടൊപ്പം ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്ത് അവനെ അവിടെ ഉറക്കുന്നു. ഉണർന്നതിന് ശേഷം കോടി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നു. എന്നാൽ ഇതിനിടയിൽ കോടിയുടെ സുഹൃത്ത് മരമ്മ അവിടെ വരുന്നു. അവർ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകുന്നു. എന്നാൽ വീണ്ടും അവർ തങ്ങളുടെ മറ്റൊരു സുഹൃത്ത് ചന്തുവിനെ കണ്ടുമുട്ടുന്നു. അവൻ തന്റെ പുതിയ കാറുമായി ഗ്രാമത്തിൽ കറങ്ങുകയാണ്. പിന്നെന്തു പറയാൻ, നമ്മുടെ കോടിയും പകുതി ലഹരിയിലായി ചന്തുവിന്റെ കാറ് ഓടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ എല്ലാ തവണത്തെയും പോലെ കോടിയുടെ ഭാഗ്യം ഇവിടെയും മോശമാണ്. ACP ഭരത്തിന്റെ കയ്യിൽ പിടിക്കപ്പെടുന്നു. ACP ഭരത് അവനെ ഗ്രാമം മുഴുവൻ കറക്കി അവന്റെ വീട് വരെ കൊണ്ടുവിടുന്നു. എന്നാൽ ഇതോടൊപ്പം കഥയിൽ ഒരു രസകരമായ വഴിത്തിരിവ് വരുന്നു. പാർവതി കോടിയെ പോലീസ് കാറിൽ നിന്നിറങ്ങുന്നത് കാണുന്നു. അത് കണ്ട് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ കോടിയും പാർവതിയുടെ അടുത്തേക്ക് പോവുകയും അവളെ സ്നേഹത്തോടെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ പരസ്പരം വളരെ അടുക്കുകയും ആ രാത്രിയിൽ അവർ ലൈംഗികമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഇതോടൊപ്പം രാവിലെ ആകുന്നു. കോടി വീണ്ടും പകുതി ലഹരിയിൽ തന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ അവന്റെ രണ്ടാനമ്മ ഭക്ഷണവുമായി അവനെ കാത്തിരിക്കുന്നു. എന്നാൽ കോടിക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അവളെ ചീത്ത പറഞ്ഞു പോകുന്നു. ഈ കാര്യം കോടിയുടെ അച്ഛൻ അറിയുമ്പോൾ അദ്ദേഹം കോടിയെ തന്റെ ശൈലിയിൽ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും ഈ സംഭവത്തോടെ കോടിക്ക് തന്റെ തെറ്റുകൾ മനസ്സിലാകുന്നു. തുടർന്ന് അവൻ ആ സ്ത്രീയെ തന്റെ അമ്മയായി അംഗീകരിക്കുന്നു. അതിന്റെ സന്തോഷത്തിൽ അവൻ തന്റെ അമ്മയെ സൈക്കിളിൽ ഇരുത്തി ഗ്രാമത്തിലെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. ഈ വൈകാരിക നിമിഷത്തിൽ രണ്ടാനമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നു. ഇതോടൊപ്പം കോടി തന്റെ പുതിയ അമ്മയെ പാർവതിയെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ പാർവതി അവിടെയില്ല. രാത്രിയിൽ കോടി വീണ്ടും പാർവതിയെ കാണാൻ പോകുന്നു. എന്നാൽ പാർവതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അപ്പോഴാണ് അവനൊരു ഞെട്ടിക്കുന്ന വാർത്ത അറിയുന്നത്. ഗ്രാമത്തിലെ ഒരാളിൽ നിന്ന് അവൻ അറിയുന്നു, ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികളും ഇന്ന് കോളേജിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന്. അതിനുശേഷം അവനൊരു ഭ്രാന്തൻ കാമുകനെ പോലെ ഗ്രാമത്തിലെ എല്ലാ മുക്കിലും മൂലയിലും പാർവതിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെയും അവന്റെ ഭാഗ്യം തുണയ്ക്കുന്നില്ല. എന്നാൽ ഇതിനിടയിൽ ആ പെൺകുട്ടികളെ ഒരു വാനിൽ പോകുന്നത് കണ്ട ഒരാളിൽ നിന്ന് കോടിക്ക് വിവരം ലഭിക്കുന്നു. പിന്നെ കോടി വാനിന്റെ നമ്പർ കണ്ടെത്തി എല്ലാവരെയും കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അവൻ ആ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഒടുവിൽ നിരാശനായി കോടി അടുത്തുള്ള കള്ള് ഷാപ്പിൽ മദ്യപിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ അവൻ 2 മദ്യപാനികളെ കണ്ടുമുട്ടുന്നു. അവർക്ക് ആ വാൻ ആരുടേതാണെന്ന് അറിയാം.
പിന്നെന്തു പറയാൻ, എല്ലാ സൗത്ത് ഇന്ത്യൻ സിനിമകളെയും പോലെ കോടി ആ ഗുണ്ടകളുടെ അടുത്തെത്തുന്നു. അതിനുശേഷം അവിടുത്തെ ഗുണ്ടകളുമായി കോടിയുടെ അതിഭീകരമായ ഒരു സംഘടന നടക്കുന്നു. അതിൽ അവൻ അവരെ ഓരോരുത്തരെയായി അടിച്ചു വീഴ്ത്തുന്നു. പാർവതിയോടൊപ്പം മറ്റു കോളേജ് പെൺകുട്ടികളെയും രക്ഷിക്കുന്നു. ഒടുവിൽ അവരെയെല്ലാം വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം അവർ രണ്ടുപേരും പാർവതിയുടെ വീട്ടിലെത്തുന്നു. അവിടെ പാർവതി അവനെ സന്തോഷത്തോടെ ചുംബിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ പാർവതിക്കും കോടിയോട് യഥാർത്ഥ പ്രണയം തോന്നുന്നു. പിന്നെന്തു പറയാൻ, രാത്രിയിൽ അവരുടെ പ്രണയം വീണ്ടും തുടങ്ങുന്നു. എന്തായാലും ഇതോടൊപ്പം കഥ മുന്നോട്ടു പോകുന്നു. അവിടെ നമ്മൾ കാണുന്നത് കോടിയുടെ സഹോദരിക്ക് വേണ്ടി ചില വിവാഹാലോചനക്കാർ വന്നിരിക്കുന്നു എന്നാണ്. എന്നാൽ വന്ന പയ്യൻ കുറച്ച് കൂടുതൽ ധിക്കാരിയാണ്. ഒരു യഥാർത്ഥ സഹോദരനെ പോലെ കോടി ആ പയ്യനെ ഒരു വശത്തേക്ക് കൊണ്ടുപോയി അവനെ അടിച്ച് കാര്യം മനസ്സിലാക്കിക്കുന്നു. എന്നിട്ട് ആ പയ്യന്റെ വീട്ടുകാർ അവിടെ നിന്ന് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു. മറുവശത്ത് പാർവതിയും എന്തോ കാര്യത്തിൽ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ കോടി അവളുടെ അടുത്തേക്ക് പോവുകയും അവളുടെ വിഷമത്തിന്റെ കാരണം ചോദിക്കുകയും ചെയ്യുന്നു. പാർവതിയും കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മയെക്കുറിച്ച് പറയുന്നു. അവരെ അവൾക്ക് കുട്ടിക്കാലത്തെ നഷ്ടപ്പെട്ടതാണ്. പക്ഷെ എന്നിട്ടും അവൻ പാർവതിക്ക് ധൈര്യം നൽകി പോകുന്നു. ഇതോടൊപ്പം നമ്മൾ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന ഒരു കുട്ടിയെ കാണുന്നുണ്ട്. അവൾ കോടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി പറയുന്നു അവളുടെ അമ്മയെ ഒരു വിഷപ്പാമ്പ് കടിച്ചുവെന്ന്. ഇത് കേട്ട ഉടനെ കോടി ആ അമ്മയെ രക്ഷിക്കാൻ ഓടുന്നു. എന്നാൽ എവിടെയും വണ്ടി കിട്ടാത്തത് കൊണ്ട് അവൻ ഒടുവിൽ ചന്തുവിന്റെ അടുത്തെത്തുന്നു. അവനോട് അവന്റെ കാറ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്തു ഈ പ്രശ്നത്തിൽ ഇടപെടാതെ കോടിയോട് കാറ് കൊടുക്കാൻ വിസമ്മതിക്കുന്നു. ഒടുവിൽ ഒരു വഴിയും കാണാതെ കോടി ഒരു ട്രാക്ടർ സംഘടിപ്പിച്ച് ആ അമ്മയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ അമ്മ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരണപ്പെടുന്നു. കോടി ദേഷ്യത്തിൽ ചന്തുവിന്റെ വീട്ടിൽ പോയി അവനെ അടിക്കാൻ തുടങ്ങുന്നതും നിന്റെ അശ്രദ്ധ കൊണ്ടാണ് ഇന്ന് ആ സ്ത്രീ മരിച്ചത് എന്ന് പറയുന്നതും ആ നിമിഷമായിരുന്നു. അതിനുശേഷം അവൻ തന്റെ സുഹൃത്ത് ചന്തുവിന്റെ കാറ് തന്നെ ആംബുലൻസ് ആക്കി ഗ്രാമം മുഴുവൻ കൊണ്ടു നടക്കുന്നു. അന്നു മുതൽ എല്ലാ ആളുകളുടെയും ജീവൻ രക്ഷിക്കാൻ ചന്തുവിനെ ആ ആംബുലൻസുമായി ജോലിക്ക് നിർത്തുന്നു. തുടക്കത്തിൽ ചന്തു ഇതിനെ എതിർത്തിരുന്നുവെങ്കിലും ഒടുവിൽ അവൻ സമ്മതിക്കുന്നു. ഈ സംഭവത്തിൽ നിന്ന് കോടി പാർവതിയുടെ വേദന മനസ്സിലാക്കുന്നു. ചെറിയ പ്രായത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട ഓരോ പെൺകുട്ടിക്കും എന്ത് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് അവന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് ദൂരെ നമ്മൾ ACP ഭരത്തിനെ കാണുന്നു. അദ്ദേഹം ഈ പിടിച്ചുപറിക്കാരെ പിടിക്കാൻ എല്ലാ ഗ്രാമങ്ങളും ശരിയായി പരിശോധിക്കാൻ തയ്യാറെടുക്കുന്നു. മറുവശത്ത് എല്ലാ പിടിച്ചുപറിക്കാരും ഇപ്പോൾ ആക്രമണത്തിനായി കോടിയുടെ ഗ്രാമത്തെ ലക്ഷ്യമിടുന്നു. അതിനുശേഷം അവരെല്ലാവരും രാത്രിയിൽ തന്നെ കോടിയുടെ ഗ്രാമത്തിലെത്തുന്നു. ഇവിടെ നമ്മുടെ കോടിയും തന്റെ പുതിയ ബുള്ളറ്റ് ബൈക്ക് കണ്ട് വളരെ സന്തോഷവാനാണ്. അതവന്റെ അമ്മ തന്റെ എല്ലാ ആഭരണങ്ങളും വിറ്റ് വാങ്ങിയതാണ്. അമ്മ നൽകിയ സമ്മാനം കിട്ടിയ ഉടനെ കോടി ആദ്യം തന്റെ പ്രണയസഖിയായ പാർവതിയുടെ അടുത്തേക്ക് പോകുന്നു. അവളെ കോളേജിൽ നിന്ന് കൂട്ടി നേരെ വീട്ടിൽ കൊണ്ടുവിടുന്നു. ഇതിനിടയിൽ പാർവതിയും ധൈര്യം സംഭരിച്ച് കോടിയോട് അവന്റെ മദ്യപാനം നിർത്താൻ പറയുന്നു. എന്നാൽ നമ്മുടെ കോടിക്ക് ഈ കാര്യം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർക്കിടയിൽ വഴക്കുണ്ടാകുന്നു. അവൻ പാർവതിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവൻ തന്റെ പഴയ സുഹൃത്ത് മരമ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്ന് പറയുന്നു ആരോ അവളെ പിന്തുടരുന്നു എന്ന്. പിന്നെന്തു പറയാൻ, നമ്മുടെ കോടിയും ഈ അന്വേഷണത്തിന് തയ്യാറാകുന്നു. പിന്നെ അവൻ തന്റെ സുഹൃത്തിനോട് ആ സ്ത്രീയെ അവളുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കാൻ പറയുന്നു. ഇതിനിടയിൽ കോടിയുടെ ശ്രദ്ധ ഒരു കള്ളനിൽ പതിയുന്നു. അവൻ അവനെ പിന്തുടരാൻ തുടങ്ങുന്നു. എന്നാൽ ആ കള്ളനും കോടിയുടെ കണ്ണിൽ നിന്ന് വേഗം അപ്രത്യക്ഷനാകുന്നു. പേടി കാരണം ആ കള്ളനും രക്ഷപ്പെട്ട് ഓടി തന്റെ കൂട്ടാളികളുടെ അടുത്തേക്ക് എത്തുന്നു. എന്നാൽ അവന്റെ കൂട്ടാളികൾ തന്നെ അവനെ കൊല്ലുന്നു, അവൻ പിടിക്കപ്പെടാതിരിക്കാൻ. ഇതോടൊപ്പം ആ എല്ലാ കള്ളന്മാരും തങ്ങളുടെ അടുത്ത നീക്കം നടത്താൻ തുടങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഗ്രാമം മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ എല്ലാ വീടുകളും പരിശോധിക്കാൻ തുടങ്ങുന്നു. ഇതുമൂലം ഏത് വീട്ടിൽ എത്ര സ്വർണവും പണവും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. മറുവശത്ത് പാർവതിയും ഇപ്പോൾ വളരെ അസ്വസ്ഥയാകാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം കോടി അവളെ കാണാൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അവൾ സ്വയം അവന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവിടെയും അവൾ കോടിയോട് മദ്യം നിർത്താൻ പറയുന്നു. ഇത് കേട്ട് കോടിക്ക് വീണ്ടും ദേഷ്യം വരുന്നു. അവൻ പാർവതിയെ അടിക്കുകയും പോകാൻ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം പാർവതിയും വൈകാരികമായി അവിടെ നിന്ന് പോകുന്നു. ഇതോടൊപ്പം കഥ മുന്നോട്ട് പോകുന്നുണ്ട്. കോടി ബൈക്കിലിരുന്ന് തന്റെ ഗ്രാമത്തിൽ കറങ്ങുകയാണ്. എന്നാൽ ഇതിനിടയിൽ അവൻ ഒരു വീടിന്റെ അടുത്ത് പോയി നിൽക്കുന്നു. അവിടെ ഒരാൾ തന്റെ മകന്റെ തെറ്റിന് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പണം നൽകി ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ കാര്യം നമ്മുടെ കോടിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ആ പയ്യനെ പിടിച്ച് നന്നായി തല്ലുന്നു. ഇതിൽ ആ പയ്യന്റെ അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ തന്റെ ഗുണ്ടകളോട് കോടിയെ ആക്രമിക്കാൻ പറയുന്നു. കോടിയും എല്ലാ നായകന്മാരെയും പോലെ ആ ഗുണ്ടകളെ അടിച്ച് ആ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. അവനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മകന്റെ തെറ്റുകൾ മറയ്ക്കുന്നതിന് പകരം അവനോട് ചോദിക്കണം അവൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്.
ആ പയ്യനും കോടിയുടെ വാക്ക് കേട്ട് തലയാട്ടുന്നു. ഇതോടൊപ്പം കോടിയും ആ പയ്യന്റെ അച്ഛനോട് പറയുന്നു, നിങ്ങളുടെ മകന്റെ വിവാഹം ഈ പെൺകുട്ടിയുമായി നടത്തിക്കൊടുക്കൂ. ഇതിനിടയിൽ കോടിക്കും മനസ്സിലാകുന്നു അവൻ പാർവതിയോട് ഇതുവരെ തെറ്റായി പെരുമാറുകയായിരുന്നുവെന്ന്. അതുകൊണ്ട് അവൻ അവളെ സമാധാനിപ്പിക്കാൻ പോകുന്നു. വലിയ പ്രയത്നത്തിന് ശേഷം അവളെ സമാധാനിപ്പിക്കുന്നു. അതുമാത്രമല്ല, അവൻ പാർവതിയോട് ഇന്നു മുതൽ മദ്യം നിർത്തിക്കോളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇതോടൊപ്പം കഥ മുന്നോട്ടു പോകുന്നു. കോടിയുടെ സഹോദരിയെ കാണാൻ അതേ പയ്യന്റെ വീട്ടുകാർ വീണ്ടും വന്നിരിക്കുന്നു. അവർ കഴിഞ്ഞ തവണ നിരസിച്ചു പോയവരാണ്. ആ പയ്യൻ ഇപ്പോൾ കോടിയുടെ സഹോദരിയുമായി പ്രണയത്തിലായിരിക്കുന്നു. അതിനുശേഷം രണ്ട് കുടുംബക്കാരും അവരുടെ വിവാഹം നടത്താൻ സമ്മതിക്കുന്നു. ഈ കാര്യം ആഘോഷിക്കാൻ കോടിയും ആ പയ്യനെ കൂട്ടി മദ്യപിക്കാൻ പോകുന്നു. അവിടെ പാർവതി കോടിയെ മദ്യപിക്കുന്നത് കാണുന്നു. അവളുടെ മനസ്സ് തകർന്നു പോകുന്നു. കാരണം അവൾ നേരത്തെ തന്നെ കോടിയോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കോടിയും ഇത് കണ്ട് ഞെട്ടിപ്പോകുന്നു. അവൻ പാർവതിയെ സമാധാനിപ്പിക്കാൻ അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. പാർവതി ഇപ്പോൾ കോടിയെ വിശ്വസിക്കുന്നില്ലെങ്കിലും നമ്മുടെ കോടി അവളുടെ വിശ്വാസം നേടാൻ അവളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നു. തന്റെ വാക്ക് പാലിച്ച് പാർവതിയെ അടുത്ത ദിവസം വിവാഹം കഴിക്കുന്നു. അവളെ തന്റെ അച്ഛനെ കാണിക്കാൻ വരുന്നു. ഇതോടൊപ്പം കഥ ക്ലൈമാക്സിലേക്ക് എത്തുന്നു. അവിടെ ചില ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾ വെളിപ്പെടുന്നു. കോടി പാർവതിയെ തന്റെ അച്ഛനെ കാണിക്കുമ്പോൾ അവന്റെ അച്ഛൻ അവനെ അടിക്കാൻ തുടങ്ങുകയും ഏത് പെൺകുട്ടി എനിക്കാരെയും കാണുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു ഞെട്ടിക്കുന്ന വാർത്ത അറിയാൻ പറ്റുന്നുണ്ട്. അതായത് കോടി 2 മാസമായി ആരുടെ കൂടെയാണോ കറങ്ങുന്നത് അവളെ അവനല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയുന്നില്ല. ഇത് കേട്ട് കോടിക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങുന്നു. അവൻ തന്റെ സുഹൃത്ത് മരമയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവന്റെ സുഹൃത്ത് പറയുന്നു, അളിയ, നീ 2 മാസമായി തനിച്ചാണ് കറങ്ങുന്നത്. എനിക്കൊരു പാർവതിയെയും അറിയില്ല. അതിനുശേഷം കോടി പാർവതിയെ തന്നോടൊപ്പം സങ്കല്പിച്ച് അവളോടൊപ്പം സമയം ചെലവഴിക്കുന്ന രംഗങ്ങൾ കാണിക്കുന്നു. എന്നാൽ കഷ്ടം, അവളെ ആർക്കും കാണാൻ കഴിയുന്നില്ല. അതിനുശേഷം കോടി പാർവതിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ പാർവതിയുടെ വീടിന്റെ A to Z രൂപരേഖ മാറിയിരിക്കുന്നു. അതിനുശേഷം അവന് മനസ്സിലാകുന്നു ഗ്രാമവാസികളും വീട്ടുകാരും ഇതുവരെ പറഞ്ഞിരുന്നത് സത്യമായിരുന്നു എന്ന്. പാർവതിയെ കാണാതായതിന്റെ വലിയ ആഘാതം കോടിക്കുണ്ടാകുന്നു. അവൻ വളരെ നിരാശനാകുന്നു. ഇപ്പോൾ ടെൻഷൻ കാരണം കോടി ഒരു വിജനമായ സ്ഥലത്ത് മദ്യപിക്കാനിരിക്കുന്നു. അപ്പോൾ അവന് വീണ്ടും പാർവതിയെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇത് പാർവതിയല്ല, അവളുടെ പ്രേതമാണ്. ഇത് കണ്ട് കോടിയും പേടിക്കുന്നു. അതിനുശേഷം അവൻ അവളോട് ചോദിക്കുന്നു, നീ എന്തിനാണ് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത്? പാർവതിയുടെ പ്രേതം ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, കുറച്ചു മാസങ്ങൾക്ക് മുൻപ് എന്റെ അച്ഛൻ എന്റെ വിവാഹം നിശ്ചയിച്ചു. ആരുമായാണോ എന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ആ പയ്യൻ നീയായിരുന്നു. പക്ഷേ അതേ രാത്രി ഗ്രാമത്തിലെ ആ തന്ത്രശാലികളായ കള്ളന്മാർ ഈ ഗ്രാമത്തെ ആക്രമിച്ചു. അവർ എല്ലാ ആളുകളെയും ഓരോരുത്തരായി കൊല്ലാൻ തുടങ്ങി. ഒപ്പം മോഷണവും നടത്തി. അതിലവർ എന്റെ അച്ഛനൊപ്പം എന്നെയും കൊലപ്പെടുത്തി. സിനിമയുടെ തുടക്കത്തിൽ 15 പേർ മരിച്ചതായി നമ്മൾ കണ്ട സംഭവം ഇതായിരുന്നു. പാർവതിയുടെ വേദന നിറഞ്ഞ കഥ കേട്ട് കോടിക്ക് വലിയ ദുഃഖം തോന്നുന്നു. എന്നാൽ ഒപ്പം ആ കള്ളന്മാരോട് ദേഷ്യവും വരുന്നു. പാർവതി കോടിക്ക് ഒരു പ്രധാനപ്പെട്ട വിവരം നൽകുന്നു. അതിൽ അവൾ പറയുന്നു, ആ എല്ലാ കള്ളന്മാരും ഇന്ന് അവന്റെ ഗ്രാമത്തിൽ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന്. തന്റെ എല്ലാ ദേഷ്യവും മുഷ്ടിയിലൊതുക്കി കോടി പാർവതിയോട് വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ ആ എല്ലാ പിടിച്ചുപറിക്കാരെയും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇല്ലാതാക്കും. അതിനുശേഷം അവൻ പാർവതിയെയും കൂട്ടി നേരെ ഗ്രാമത്തിലേക്ക് വരുന്നു. അവിടെ ആ കള്ളന്മാരുമായി അവന്റെ അതിഭീകരമായ ഒരു പോരാട്ടം നടക്കുന്നു. അതിലവൻ ഓരോരുത്തരെയായി തിരഞ്ഞെടുത്ത് അതിക്രൂരമായി കൊല്ലാൻ തുടങ്ങുന്നു. ഒടുവിൽ അവരുടെ നേതാവിനെയും കൊലപ്പെടുത്തുന്നു. അങ്ങനെ അവൻ എല്ലാ കള്ളന്മാരെയും ഇല്ലാതാക്കുകയും പാർവതിക്ക് നൽകിയ വാക്ക് പാലിക്കുകയും ചെയ്യുന്നു. എല്ലാ പിടിച്ചുപറിക്കാരെയും കൊന്ന ശേഷം കോടി മരിച്ചവരെയെല്ലാം കൊണ്ട് ഗ്രാമത്തിന്റെ നടുവിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ACP ഭരത്തിന്റെ രംഗപ്രവേശമുണ്ടാകുന്നു. അദ്ദേഹം കോടിയെ അവന്റെ കുറ്റത്തിന് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ജയിലിലായിരിക്കുമ്പോഴും അവന് പാർവതിയെ കാണാൻ കഴിയുന്നു. ഇത് കണ്ട് എല്ലാ പോലീസുകാരും അവനെ ഭ്രാന്തനായി കാണുന്നു. എന്തായാലും ഇപ്പോൾ കോടിയെ കോടതിയിൽ ഹാജരാക്കുന്നു. അവിടെ കോടി സ്വയം നിരപരാധിയാണെന്ന് പറഞ്ഞ് വാദിക്കുന്നു. ഞാനൊരു നിരപരാധിയുടെയും ജീവൻ എടുത്തിട്ടില്ല, മറിച്ച് കൊലപാതകികളുടെ ജീവനാണ് എടുത്തത്. അവർ ഇതിനകം ഒരുപാട് നിരപരാധികളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. എന്തായാലും കോടതിക്ക് തെളിവ് വേണം. അതുകൊണ്ട് കോടി പാർവതിയുടെ സഹായത്തോടെ എല്ലാ കുറ്റവാളികളെ കുറിച്ചും പറയുന്നു. അവർ എങ്ങനെ ഏത് രീതിയിലാണ് നിരപരാധികളുടെ ജീവൻ എടുത്തതെന്ന്. ഇതോടൊപ്പം കോടിയുടെ എല്ലാ വാക്കുകളും ശരിയാണെന്ന് തെളിയുന്നു. ജഡ്ജിയും ഇത് കണ്ട് അത്ഭുതപ്പെടുന്നു. എന്നാൽ കഥയിലെ ട്വിസ്റ്റ് അവസാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കോടി ജഡ്ജിയോടൊരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു. ആ 15 കള്ളന്മാരുടെ നേതാവ് ഇതുവരെ മരിച്ചിട്ടില്ല. അത് മറ്റാരുമല്ല, ACP ഭരതാണ്. അവൻ ആ എല്ലാ കള്ളന്മാരുമായി കൂട്ടുചേർന്നിരുന്നു. ഗ്രാമങ്ങളിൽ നടന്ന എല്ലാ ആക്രമണങ്ങളിലും ACPയുടെ പങ്കുണ്ട്. അതിനുശേഷം ഉടൻ കോടി ഒരു ഓഫീസറുടെ തോക്ക് തട്ടിയെടുത്ത് ACP ഭരത്തിനെ തുരുതുര വെടിവെക്കുന്നു.
അവനെ കൊന്ന് ഈ കള്ളന്മാരുടെ സംഘത്തിന്റെ കഥ അവസാനിപ്പിക്കുന്നു. ഇതിനുശേഷം കോടിക്ക് ACPയെ കൊന്ന കുറ്റത്തിന് 7 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കുന്നു. ശിക്ഷ അനുഭവിച്ച ശേഷം കോടി നേരെ പാർവതിയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ അവൾ അവനെ കാത്തിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ കോടിയെ അവന്റെ അച്ഛനോടൊപ്പം കാണുന്നു. അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ തന്റെ അച്ഛനോട് പറയുന്നു, പാർവതിക്കും ഭക്ഷണം കൊടുക്കൂ, അവൾ എന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെന്ന്. ഇത് കണ്ട് അവന്റെ അച്ഛൻ വീണ്ടും ഞെട്ടിപ്പോകുന്നു. കാരണം പാർവതിയുടെ ലഹരി ഇതുവരെ കോടിയുടെ തലയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവൻ എല്ലായിടത്തും അവളെ തന്നെയാണ് കാണുന്നത്. അതിനുശേഷം അവൻ ഇങ്ങനെ സ്വയം പാർവതിക്ക് സമർപ്പിച്ച് തന്റെ ജീവിതം ആസ്വദിക്കുന്നു. ഇങ്ങനെയുള്ള ഓർമ്മകൾ നിറഞ്ഞ രംഗത്തോടെ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.